ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് വന്നിരിക്കുന്നു. സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കും. എന്നാൽ അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കളെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ധനസഹായം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനും അനർഹരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടി സർക്കാർ കർശന പരിശോധന നടത്തുന്നുണ്ട്. ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ഉദ്യോഗസ്ഥരെ നമ്മുടെ വീടുകളിലെത്തിയിട്ട് പരിശോധന നടത്തും. സർക്കാർ വകുപ്പുകളിൽ നിന്ന് പെൻഷൻ വാങ്ങിയവരെ കൃത്യമായി കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെ അവർ വാങ്ങിയ തുക 18% പലിശ ഉൾപ്പെടെ തിരിച്ചടക്കേണ്ട നിയമവും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് സാധാരണക്കാർക്ക് കൂടിയുള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ ഒരു പരിശോധന നിരവധി പേരെ തന്നെ കർശനമായി തന്നെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അത് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകളാണ് വരുന്നത്. ഇതുമൂലം സർക്കാരിൻ്റെ പെൻഷന് അർഹതയുള്ളവർക്ക് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാകുമെന്ന പട്ടികയിൽ നിന്ന് അവരെ പുറത്താക്കുമെന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. നിലവിലെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വീടിന് വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല. 2 ഏക്കർ ഭൂമി, 4 ചക്ര വാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധനകൾ. 1000 ചതുരശ്ര മീറ്ററാണ് സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും. കൂടാതെ നിർമ്മാണ തൊഴിലാളി, മോട്ടോർ തൊഴിലാളി, ചെത്തു തൊഴിലാളി, ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2022 വരെ ഇരട്ട പെൻഷൻ വാങ്ങിയവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല. പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മറ്റു പെൻഷന് അർഹതയുള്ള മറ്റു പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളാണ്. ഒരു വാർഡിൽ മുമ്പ് 300 പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകൾ എത്തിച്ചിരുന്നു. എന്നാൽ അതിലെല്ലാം ഇപ്പോൾ 40% കുറവാണ് വന്നിരിക്കുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ 2 ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത്. ആദ്യം 1600 രൂപ മുഴുവൻ നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 1100 രൂപയാണ് വീടുകളിൽ എത്തിക്കുന്നത്. ബാക്കി അവരവരുടെ അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. വരുമാന പരിധി 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. നിലവിലെ നിബന്ധനകളെല്ലാം മാറ്റി അർഹതയുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. സർക്കാരിൻ്റെ ഇത്തരം കർശന നടപടി ഒരുപാട് സാധാരണ ജനങ്ങളെയും ബാധിക്കുമെന്നാണ് പലരുടെയും ആശങ്ക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.